മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനനെ പറഞ്ഞയക്കണ്ടേ അപ്പച്ചാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പറഞ്ഞയക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പൊ ഇന്ന് അപ്പച്ചന് പോകണ്ടേന്ന് ചോദിക്കും. വൈകിട്ട് പോകണമെന്ന് പറയണ്ടായിരുന്നല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞോ? ആ എന്നാ ഞാനത് തിരുത്തി, എനിക്ക് പോകണ്ടെന്ന് പറയും. എന്നാ അപ്പച്ചൻ ഞാനൊരു സ്മോൾ അടിക്കാൻ ഒഴിക്കട്ടെ? എനിക്ക് വേണ്ട, അലീനയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. അവളോട് എനിക്ക് കുറേയും കൂടെ സംസാരിക്കാനുണ്ടെന്ന് പറയും. നീ അവളോട് കുറച്ചും കൂടെ സ്നേഹത്തോടൊക്കെ സംസാരിക്കണം കേട്ടാ. പിന്നെ നിന്റെ കുടിയും കാര്യങ്ങളൊക്കെ നിർത്തണം, അവൾക്കതൊന്നും ഇഷ്ടമല്ല. പിന്നെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാനേ എന്നെ കിട്ടില്ല എന്നറിയും. അവള് ചിന്നമ്മയാണെങ്കിൽ അതൊക്കെ നടത്തിയെടുക്കുവാടാ എന്നും പറഞ്ഞ് വലിയപ്പച്ചൻ വലിയ സന്തോഷത്തോടെ അകത്തേക്ക് പോകും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ വീടാണ്. ബാലചന്ദ്രൻ്റെ വീട്ടിൽ മക്കള് 3 പേരും ഓരോരോ പണികളൊക്കെ എടുക്കണ്. ഇപ്പോൾ വൈജയന്തി ഒച്ചയും ബഹളമൊക്കെ ഇട്ട് അടുക്കളയ്ക്ക് വരുമ്പോൾ അത്ഭുതത്തോടെ കാണണം, ഒരാളൊരു പണിയെടുക്കണ്, ഒരാളൊരു പണിയെടുക്കണ്. അടുക്കളയിൽ കയറാത്ത മക്കളായിരുന്നു. രോഹിതും ബബിയും കൂടെ നല്ല സ്നേഹം തല്ല് പിടിക്കിന്. എന്താ ഇവിടെ നടക്കണേന്ന് ചോദിക്കും. അമ്മ ഏത് രോഹിയാണ് എന്നാ വഴക്ക് പറയണത്? അതൊക്കെ ഞാൻ കണ്ടു. നിങ്ങൾ എന്തെടുക്കും ഇവിടെ? ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുന്നു, കഴിക്കണ്ടേ? വിശക്കുമ്പോൾ വല്ലതും കഴിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടെന്ന് പറയും. ഓ, ഞങ്ങളെല്ലാം പണി ഞങ്ങളെ ചേച്ചി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് അറിയുമോ? നിങ്ങളൊരു കൂലീന ചേച്ചി എന്ന് പറഞ്ഞ് വൈജയന്തി തിരിഞ്ഞ് നടക്കും. അത് ഇഷ്ടപ്പെട്ടില്ല അലീന ചേച്ചിനെ പുകഴ്ത്തിയെന്ന് ബബിത പറയും. അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയും. രോഹിതിൻ്റെ മുഖത്ത് ഉണ്ടാകുന്ന പൊടിയൊക്കെ നമ്മുടെ ബബിത മോള് തുടച്ചൊക്കെ കൊടുക്കുന്ന ഒരു പാവമാണ് കാണിക്കുന്നത്. അപ്പോഴത്തേനും ബാലചന്ദ്രൻ വരുന്നുണ്ട്. ബാലചന്ദ്രൻ വരുമ്പോൾ നമ്മുടെ വൈജയന്തി പറയും, എനിക്കൊരു സഹായം വേണമെന്ന് പറയും. തിങ്കളാഴ്ച തുടങ്ങി എനിക്ക് ജോലിക്ക് പോകണം, ബാങ്കിൽ പൊക്കോ. അതിന് ഞാനെന്ത് വേണം? അല്ല, ഒരു പറയാനുള്ള മര്യാദ ഇല്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓ, മര്യാദക്കാരി എന്ന് പറയും. എനിക്കൊരു സഹായം വേണമെന്ന് പറയും. എന്ത് എന്ന് ചോദിക്കും. പോകാനൊരു സൗകര്യം ഉണ്ടാക്കി തരണം, എൻ്റെ കാറ് ശരിയായില്ലല്ലോ എന്ന് പറയും. ഒരു ചെറിയൊരു കാറ് മേടിക്കണം, അതിന് നീയല്ലേ ബാങ്ക്, നിൻ്റെ കയ്യിൽ പണം ഇല്ലേ എന്ന് ചോദിക്കും. എനിക്കൊരാളുടെ പൈസ ഒന്നും വേണ്ട, ഒന്ന് ജാമ്യം നിന്നാൽ മതി എന്ന് പറയും. മറ്റേതിൻ്റെ ലോൺ അടച്ചു തീരാത്തത് കാരണം ഇത് മൊത്തം കാശ് കൊടുത്തെടുക്കണം എന്ന് പറയും. നിൻ്റെ സഹോദരന്മാരൊക്കെ ഇല്ലേ, അവരെ പോയി വിളിക്കുക, ഞാൻ എന്തിനാണ് നിൽക്കണമെന്ന് ചോദിക്കും. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ സഹോദരന്മാരെ കാര്യമൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറയും. എനിക്ക് പറ്റില്ല എന്ന് ബാലചന്ദ്രൻ പറയും. എനിക്കൊരു ജോലിക്കാരിയെ വേണം, അലീനയ്ക്ക് പകരം എന്ന് പറയും. അപ്പം ബാലചന്ദ്രൻ പറയും, അലീനയ്ക്ക് പകരം ഒരു ജോലിക്കാരിയെ നിനക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകണില്ല. നിനക്ക് കിട്ടും, കുഞ്ഞുമോളെ പോലെ അങ്ങനെയുള്ളവരൊക്കെ കിട്ടും. അവരെ നീ വെച്ചോ, എന്നിട്ട് നീ ശമ്പളം കൊടുത്തോ. ഈ വീട്ടിൽ വേറൊരു വേലക്കാരി വേണ്ട. എൻ്റെ മക്കൾക്ക് എല്ലാം അറിയാം. ഞങ്ങൾക്ക് ഭക്ഷണം വയ്ക്കാനും കഴിക്കാനുള്ളതൊക്കെ അവരുണ്ടാക്കും. നിനക്ക് വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നീ ചെയ്യുക, അല്ലെങ്കിൽ നീ വേലക്കാരി വെച്ച് നീ ശമ്പളം കൊടുത്തോളാൻ പറഞ്ഞു ബാലചന്ദ്രൻ അകത്തേക്ക് പോകും. ഒരു നിലയ്ക്കും ബാലചന്ദ്രൻ അടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ വൈജയന്തി ഇങ്ങനെ ദേഷ്യത്തോടെ കൈ ഇങ്ങനെ മേശമേൽ ചുരുട്ടി ഇടിക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് പുതിയ ജോലിക്കാരൻ, അതായത് പഴയ ജോലിക്കാരനാണ്, ലീവായിരുന്നു, കാർ ഓടിക്കാനുള്ള ആളിന്. അപ്പോൾ അയാൾ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അയാളോട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരാൻ വൈകിയാൽ അവതക്കുട്ടിച്ചായൻ വഴക്കും പറയുന്നൊരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം അയാൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹൗസ് സോപ്പ് പറയുന്നുണ്ട്, അതെ ഇവിടെ പുതിയ ഒരാൾ വന്നിട്ടുണ്ട്, സാറിൻ്റെ മോളാണെന്നാണ് പറയുന്നത്. എന്തോ ഒരു തരികിടയ്ക്ക് ഉണ്ടെന്ന് പറയും. പിന്നെ സാറിൻ്റെ മോള്, അങ്ങനെ ഒരാൾ ഇവിടെ വന്നു പെട്ടാൽ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇതൊന്നും നടക്കൊന്നുമില്ല, നമ്മളെ ഇതൊക്കെ പോകുമോ? കണ്ടിട്ട് ഇത്തിരി പുലി പോലെ ഉണ്ട്, ആ നായ്ക്കളൊക്കെ ആയിട്ടുണ്ട് കമ്പനി. അത് വെച്ച് നോക്കുമ്പോൾ സാറിൻ്റെ മോളാവാൻ തോന്നണം, കാരണം നായ്ക്കൾക്ക് സാറിന് ഇഷ്ടമാണല്ലോ. അതുപോലെ ഒരു പെണ്ണാണ് എന്ന് പറയും. നമുക്ക് ഭാര്യയാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വല്യപ്പച്ചൻ ആൻ്റപ്പനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആൻ്റപ്പനെ വിളിക്കുമ്പോൾ ആദ്യം വിളി കേൾക്കില്ല, വെറുതെ അല്ല അവനിങ്ങനെ ഉറക്കനെ വിളിക്കുന്നത്, ഒരൊറ്റെണ്ണം വിളി കേൾക്കില്ല. അങ്ങനെ ആൻ്റപ്പൻ വരും. നീ വന്നോന്ന് ചോദിക്കും. എന്താ അലീന എന്തിയാന്ന് ചോദിക്കും. അവിടെ ഇല്ലേന്ന് ചോദിക്കും. മുറിയിൽ പോയി ഞാൻ നോക്കി കണ്ടില്ല എന്ന് പറയും. അപ്പോൾ പറയും, അതെ, അതൊന്നില്ലെങ്കിൽ അടുക്കളയിൽ, അല്ലാന്നുണ്ടെങ്കിൽ നായ്ക്കളെടുത്ത്, അല്ലാണ്ട് വേറെ എവിടെ പോവാന്? അതിന് നേരം കിട്ടിയത് അതിന് പണി. അത് നല്ല കാര്യമല്ലേടോ. ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്താ ചെയ്യുക? മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുക. അതല്ലേ നല്ലത്. ഇത് ഈ പറഞ്ഞ 2 കാര്യവും നല്ലത് തന്നെയെന്ന് പറയും. നീ പോയി അവളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായെന്ന് പറയും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അലീന വരും. എന്താ വല്യപ്പച്ചാന്ന് ചോദിക്കും. എന്നെ അന്വേഷിച്ച പോയി റെഡിയായി വായോ, നമുക്കേ തോട്ടമൊക്കെ ഒന്ന് കാണാൻ പോകണ്ടേന്ന് പറയും. പപ്പ പറഞ്ഞിരുന്നു പോകണമെന്ന്. ഇപ്പോൾ പോകണമെന്ന് ചോദിക്കും. നമുക്ക് ഇപ്പോൾ പോകാം, അവർ റെഡി ആയിട്ടുണ്ട്, നീ വായോ എന്ന് പറയും. പിന്നെ അവൻ്റെ സ്വത്തുക്കളൊക്കെ മോള് കാണണ്ടേന്ന് ചോദിക്കും. എന്തിന്? ഇത് നല്ല കൂത്ത്, അത് നിനക്കും കൂടി അവകാശപ്പെട്ടതല്ലേ, എന്താണ് ഏതാണ് എന്തൊക്കെയുള്ളതെന്നൊക്കെ അറിഞ്ഞിരിക്കണ്ടേന്ന് പറയും. എനിക്കെന്തിനാ വല്യപ്പച്ച സ്വത്ത്? എനിക്ക് സ്വത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വന്നതല്ലല്ലോ, ഇങ്ങോട്ട് വരുന്നെന്ന് പോലും അറിഞ്ഞിട്ടല്ല ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയും. അതൊക്കെ ശരി തന്നെ, എന്നാലും നിനക്ക് വേണ്ടത് അവൻ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എഴുതി വെച്ചും തരുമൊക്കെ ചെയ്യും എന്ന് പറയും. എനിക്ക് ഒന്നും വേണ്ട വല്യപ്പച്ച, എനിക്ക് സ്വത്തിനോടൊന്നും ഒരു ആർത്തില്ല എന്ന് പറയും. മോള് പോയി റെഡി ആയിട്ട് വായോന്ന് പറയും.
അപ്പോൾ വീണ്ടും പുതിയ ഡ്രൈവർക്ക് അലീനനെ കാണാത്തൊരു വിഷമമായിട്ട് നിൽക്കുന്ന ആരാണ് ഏതാണെന്നൊന്നും അറിയാണ്ട് ഇപ്പോൾ വരുവാടാ സാറിൻ്റെ കൂടെ പോകാൻ പോവല്ലേന്ന് പറയും. അങ്ങനെ എൻ്റെ അപ്പം നമ്മുടെ ലാലിച്ചൻ വന്ന് കാറിൻ്റെ താക്കോല് ചോദിക്കും. ഞാൻ ഓടിക്കാന്ന് പറയുമ്പോൾ വേണ്ട നീ വേണ്ട ഞങ്ങൾ പോയിക്കോളാം പറയും. അങ്ങനെ അലീനൻ്റെ കൂടെ വല്യപ്പച്ചൻ ഇങ്ങനെ വരും. വല്യപ്പച്ചൻ്റെ കൂടെ അലീന വരുന്നു കൈ പിടിച്ച്. അപ്പോൾ അലീനനെ കണ്ടപ്പോൾ ആ ഡ്രൈവറുടെ മുഖം ഇങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഐശ്വര്യമുള്ള പെൺകുട്ടി, പേരും നല്ലത് തന്നെ അലീന എന്നൊക്കെ. അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ അലീനനെ ഇഷ്ടമൊക്കെ ആവും. അതിന് ശേഷം പിന്നെ അലീനനോട് നമ്മുടെ ലാലിച്ചൻ പറയും ഫ്രണ്ടിൽ അലീന കയറിക്കോളൂ, അപ്പച്ചൻ ബാക്കിൽ കയറിക്കോളൂ എന്ന് പറയും. അത് വേണ്ട വല്യപ്പച്ചൻ ഫ്രണ്ടിൽ ഇരുന്നോട്ടെ, ഞാൻ ബാക്കിലിരിക്കാന്ന് പറയും. നീയല്ലേ സ്ഥലങ്ങളൊന്നും കാണാത്ത, നിന്നെ സ്ഥലങ്ങൾ കാണാനാണ് ഞങ്ങൾ കൊണ്ടുപോകണത്, അതുകൊണ്ട് നീ കയറി ഇരിക്കുന്ന പറയും. അപ്പോൾ വല്യപ്പച്ചൻ പറയും മോളെ നീ ഇരിക്കി, ഞാനിതൊക്കെ എത്ര കണ്ടതാണ്, ഞാൻ ബാക്കിലിരുന്നോളാന്ന് പറയും. വേണ്ട വല്യപ്പച്ചാന്ന് പറയും. അപ്പോഴത്തേനും സ്റ്റാലിക്ക് ദേഷ്യം വരും, അലീന എന്ന് വിളിക്കും. അപ്പോൾ തന്നെ അലീനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അലീന വേഗം ഫ്രണ്ടിൽ കയറിയിരിക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗമാണ്. ഇതാണ് എൻ്റെ തോട്ടം, ഇതാണ് എൻ്റെ സ്ഥലങ്ങൾ, സ്വത്തുക്കൾ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അലീനയ്ക്ക് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാന്ന് പറഞ്ഞപ്പോൾ അലീന പറയും ഇതൊക്കെ ജോലിക്കാരെ വെച്ച് ഉണ്ടാക്കിയതല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് അലീന അങ്ങോട്ട് പുറത്തേക്ക് നീങ്ങി പോകുമ്പോൾ അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെയുള്ള പറയുന്നത്, ബുദ്ധി കുറവുണ്ടോ എന്ന് ചോദിക്കും. ബുദ്ധി കുറവല്ലടാ, അവൾക്ക് ബുദ്ധി കൂടുതലുണ്ടെന്ന് പറയും. അതിനുശേഷം പിന്നെ തിരിച്ചു വരുമ്പോൾ എന്തോ ഒക്കെ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലിച്ചൻ എന്തോ പറഞ്ഞപ്പോൾ അലീനെ സന്തോഷവും സങ്കടമൊക്കെ കൊണ്ട് അപ്പോൾ അപ്പേരെ കൈ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതും അത് കണ്ട് കണ്ണ് നിറഞ്ഞ് നിൽക്കുന്ന വല്യപ്പച്ചനെയൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ പ്രൊമോ ഭാഗത്തിൽ നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ എപ്പിസോഡ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.